നമസ്കാരം. ഹൃദയത്തിലൂടെയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും കർദിനാളുമായ മോർ ബസേലിയസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാബയാണ്. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. ഒരുപാട് സാംസ്കാരിക വൈവിധ്യങ്ങൾ. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ തന്നെ എണ്ണം എടുത്തില്ല, ഏതാണ്ട് 3 കോടിയോളം ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു നാടാണ്. മുസ്ലിം പോപ്പുലേഷൻ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികമുള്ള, പലപ്പോഴും ഒരു പൂർണ്ണമായ മുസ്ലിം കൺട്രിയേക്കാൾ കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടേത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ആധ്യാത്മികമായ ആ ഒരു പൈതൃകത്തെ പിതാവ് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്? ഇത് നമ്മളുടെ ഒരു ലോകത്തിന് നൽകുന്ന ഒരു മാതൃകാ സമീപനം, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യഭാവം, അത് ശ്രദ്ധേയമാണ്. ജനങ്ങൾ ഒരുമിച്ച് അധിവസിക്കുന്നു. വിവിധ മതത്തിൽപ്പെട്ടവർ, സമുദായങ്ങളിൽപ്പെട്ടവർ, ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നു. ഒരുമിച്ച് ജീവിക്കുന്നത് ജീവിക്കാൻ പ്രതിസന്ധിയേ അല്ല എന്ന് നമ്മുടെ രാജ്യം ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, വൈവിധ്യങ്ങളുണ്ടെങ്കിലും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഐക്യം എന്ന് പറയുന്നത് ഒരുപോലെ ചെയ്യുന്നവരല്ല എന്ന് നിർബന്ധമില്ല. ഒരേ വേഷമോ ഓരോ ഭാഷയോ എന്നില്ല. തീർച്ചയായിട്ടും. പലത് പറയുമ്പോഴും പല രീതിയിൽ ജീവിക്കുമ്പോഴും ഭാരതീയന് ഒരു ഭാരതീയ മുഖമുണ്ട്, ഒരു വൈവിധ്യമുണ്ട്. ഇത് നമ്മളുടെ ആധ്യാത്മിക ജീവിത ക്രമത്തിലേക്കും വന്നിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിയായും ഹിന്ദുവായും മുസ്ലിമായും ബുദ്ധിസ്റ്റായും ജൈനമതക്കാരനായും പാഴ്സിയായിട്ടും ഒക്കെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമല്ല, ഭരണഘടനയിൽ പോലും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അതായത് നഷ്ടപ്പെട്ടു പോകാനാവാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുന്ന പരമോന്നത ഗ്രന്ഥത്തിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ലോകത്തിന് നൽകുന്ന ഒരു പാഠം. വളരെ പുരാതനമായ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഈ സംസ്കാരത്തിൻ്റെ അന്തർധാരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ പരസ്പര പൂരകങ്ങളായി നിൽക്കുവാൻ, ബഹുമാനത്തോടു കൂടി കാണുവാൻ, ആദരിക്കുവാൻ, അതിനുള്ള സാഹചര്യം സംജാതമാക്കുവാൻ. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു ബഹുമാനത്തെ ഈ നിർബന്ധിത മതപരിവർത്തനം പോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആഗ്രയിലും മറ്റുമൊക്കെ നടന്ന ചില സംഭവ വികാസങ്ങൾ, ഇത് ഈ ഒരു സൗഹാർദ്ദത്തെ തകർക്കുന്നതിലേക്ക് കൂടി എത്താറുണ്ടോ? അങ്ങനെ ഇത് ഒരു പ്രത്യേക സംഭവം മാത്രമല്ല, നമ്മുടെ മനസ്ഥിതിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില സ്വാർത്ഥതകളാണ് പലപ്പോഴും ഇതിനെ വഴിവെക്കുക. അതായത് സൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു നിലപാടിൽ നിന്ന് അതിനെ തകിടം മറിക്കുന്ന ചില സമീപനങ്ങൾ, ശൈലികൾ വരുമ്പോൾ, ഭാഷയുടെ ഉപയോഗം വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. അതായത് ഇത് നമ്മെ ഭാരപ്പെടുത്തുന്നു. അപ്പോൾ മതപരിവർത്തനത്തിൻ്റെ ഒരു ഭാഷ്യം മാത്രമല്ല, ഇവിടെ നമ്മുടെ ഭാരതീയമായ സംസ്കൃതിയും ഭാരതത്തിൻ്റെ പരമോന്നത ഗ്രന്ഥമായ നമ്മളുടെ ഭരണഘടനയും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില ഭാഷാ ശൈലികൾ, ചില ഭാഷാ പ്രയോഗങ്ങൾ, ചില സംസാര രീതികൾ, അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നു. ഇത് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. അതൊരു ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായും അങ്ങനെ വന്നുകൂടെ? ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് മാറ്റി പകരം സംസ്കൃതം കൊണ്ടുവരണം എന്ന് പറയുകയുണ്ട്. ഒരു മന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്തി, ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെയും കൂടി ഭാഗമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇതെല്ലാം ബോധപൂർവമായ ഒരു തീരുമാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇതിന് ഒരു ഗവൺമെൻറ്റൽ ഭരണപരമായിട്ടുള്ള ഒരു ബാക്കിങ് കൂടി ആവശ്യമുണ്ട്. തീർച്ചയായും. അത്രയും സ്ഥിതിയിലെത്തിയിട്ടില്ല. പക്ഷേ മാറി മാറി ഈ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ ആശങ്കയേറുന്നു. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തീർച്ചയായും. ഇത് ബോധപൂർവമാണോ അതോ കാഷ്വലാണോ എന്ന് ചോദിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. പക്ഷേ ഇത് അനേകം മനസ്സുകളെ അസ്വസ്ഥതപ്പെടുത്തുന്നു. തീർച്ചയായും. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജീവിച്ചു വന്നൊരു വൈവിധ്യം അത് തുടരണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും.
അങ്ങ് പുതിയ ഫ്രാൻസിസ് പാപ്പായുടെ ഇലക്ഷനിലൊക്കെ പങ്കെടുത്ത വോട്ടവകാശമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുവാനൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഫ്രാൻസിസ് പാപ്പായുടെ ആ ഒരു പുതിയ നയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫ്രാൻസിസ് പാപ്പായുടെ നയങ്ങൾ എന്ന് പറയാനൊക്കില്ല. കത്തോലിക്ക സഭയുടെ നയങ്ങളിൽ ഈ നേതൃത്വം വരുത്തുന്ന ചില സമീപനങ്ങൾ, അതായത് ഇപ്പോൾ എളിമയോടുകൂടി, ആർദ്രതയോടുകൂടി, സമഭാവനയോടുകൂടി എല്ലാവരെയും കാണണം എന്ന് പരമ്പരാഗതമായി സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഫ്രാൻസിസ് പാപ്പ തനതായ രീതിയിൽ പിതാവിൻ്റെ ശൈലിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഹൃദ്യമായിട്ടും ആകർഷണീയമായിട്ടും സ്വീകാര്യമായിട്ടും എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളൊക്കെ ഒരു നവോത്ഥാന നായകനായിട്ടുമൊക്കെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നു. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാണിക്കുന്നു. ഹൃദയത്തിൽ തട്ടി സംസാരിക്കാനും ഹൃദ്യമായി ഇടപെടാനും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾ വളരെ സുതാര്യമായിട്ട് കാണാനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ഇതാണ് കുറച്ചുകൂടി ഇതിനെ ജനകീയമാക്കുന്ന അത് ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത വളച്ചുകെട്ടില്ലാതെ നേർക്കാഴ്ചയിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മലങ്കര സഭാപിതാക്കന്മാർ വളരെ വർഷങ്ങളായിട്ട് തന്നെ ലളിത ജീവിതത്തിന് അത് വളരെ ഉന്നതമായ രീതിയിൽ ആ ലളിത ജീവിതം നയിക്കുകയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പായെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള ഒരു ലളിത ജീവിതത്തിൻ്റെ പ്രസക്തി വീണ്ടും ഊട്ടിയുറപ്പിക്കുമ്പോഴും ഇപ്പോൾ ചില ആത്മീയ നേതൃത്വമൊക്കെ പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഇടയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്കത് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത് വിശ്വാസ സമൂഹം അനേകം പേര് ചേരുന്നതാണ്. തീർച്ചയായിട്ടും വിശ്വാസി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ജീവിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് കാരണമാണ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നതാണ് ആ ആളിനെക്കുറിച്ചുള്ള നിരീക്ഷണം നടത്തേണ്ടത്. നമുക്ക് പൊതുവെ പറയാം എങ്കിലും ഈ തീരുമാനമെടുക്കുന്നത് ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിന് ചിലപ്പോൾ പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകാം. ഇനി കർത്താവ് യേശു മിശിഹായുടെ കാലത്തും ഇടർച്ചയുണ്ടാക്കി പോയിട്ടുള്ള ശിഷ്യന്മാരുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ക്രിസ്തുമതം എപ്പോഴും ഒരു ന്യൂനപക്ഷ സമൂഹമായി ലോകത്തിലെവിടെയും ജീവിച്ചു വന്നു. യേശുവിൻ്റെ കാലത്തും അതിന് ശേഷമുള്ള സമയങ്ങളിലുമൊക്കെ ഇതൊരു ചെറിയ ന്യൂക്ലിയസ് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആളുകൾക്ക് പോകാം, ഇതിലേക്ക് പുതിയ ആളുകൾ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരു നഷ്ടബോധത്തിൻ്റെയോ അല്ലെങ്കിൽ അമിതാവേശത്തിൻ്റെയോ കണക്കുകൾ പറയേണ്ട അതിനേക്കാൾ അപ്പുറത്ത് ഒരു വ്യക്തി എങ്ങനെ ഇതിനെ സ്വാംശീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ബോധ്യമുള്ള വിഷയം ഇട്ടേണ്ട് പോകേണ്ട കാര്യമില്ല. ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള അനുയായി എന്ന് പറയുക. പ്രത്യേകിച്ച് ഇന്ന് യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം പള്ളികളും മറ്റുമൊക്കെ പൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് സഭയുടെ ഒരു പ്രശ്നമാണോ അതോ ആ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രശ്നമാണോ? അല്ല, ജനമില്ലാതെ സഭയില്ലല്ലോ. തീർച്ചയായിട്ടും പള്ളികൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് മാത്രമല്ലല്ലോ സഭയുടെ പ്രോപ്പർട്ടിയോ സഭയുടെ ജനമോ. അപ്പോൾ ഇത് അവിടെയൊക്കെ വന്നിട്ടുള്ള വിശ്വാസത്തിൽ സംഭവിച്ച പ്രതിസന്ധികളാണ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള തുറന്ന ചിന്തയുടെ ജയമോ പരാജയമോ ആണ്. ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ സമീപനങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചയോ ഉയർച്ചയോ ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഭൗതികമായ സമ്പത്തെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കിനി ദൈവത്തെ ആവശ്യമില്ല എന്ന് കരുതുന്ന ധാരാളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. യൂറോപ്പിൻ്റെ വികസിത ചരിത്രം എടുക്കുമ്പോൾ ഇത് ഒരു വലിയ പ്രതിഭാസമായിട്ട് നിൽക്കുന്നു. എന്നാൽ അനേകം സമ്പന്നരായ ആളുകൾ വളരെ ലളിതമായി എളിമയോടുകൂടി ദൈവാഭിമുഖ്യത്തിൽ ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിനെ അതിജീവിക്കാൻ എന്താ കഴിയുക? വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ. ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അല്ല, ഈ ആത്മീയതയിൽ നിന്ന് മാറിപ്പോയത് ആത്മീയതയിലേക്ക് തിരിച്ചുവരവ് കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ ഒരു തുറവി ഒട്ടേറെ യുവാക്കളെ സഹായിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു പാതയിലേക്ക് വരാൻ. അത് വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം വരുന്നതല്ല. ബുധനാഴ്ചകളിലെ പരിശുദ്ധ പിതാവിൻ്റെ ജനറൽ ഓഡിയൻസ്, അതിൽ 100,000-ഓളം പേര് ഒരു ആവറേജ് സംബന്ധിക്കുന്നുണ്ട്. ഇത് ഫ്രാൻസിസ് പാപ്പായെ നേരിട്ട് കാണുകയോ കേൾക്കുകയോ
അദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിൽക്കുവാൻ കഴിയുകയോ ചെയ്യുക എന്നൊരു ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു തുറവിയുടെ സമീപനം വന്നപ്പോൾ വളരെയേറെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആത്മീയ പന്ഥാവിലേക്ക് തിരിച്ചു വരികയല്ലാതെ ഇതിന് മറ്റ് ഒരു മാർഗ്ഗമില്ല. ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ അവസാനം അവർക്കൊരു ശാശ്വതമായ ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പല മേഖലകളിലും കാണുന്നത്. അപ്പോൾ മതത്തിന്റെ പ്രസക്തി എക്കാലവും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് തന്നെയാണ് ആത്മീയതയുടെ പ്രസക്തി. തീർച്ചയായിട്ടും ഈ ആത്മീയത മത നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴും നഷ്ടമാകുന്ന ഒരു കാഴ്ച. അതായത് ഇതിന്റെ ഒരു സ്ഥാപനപരതയിൽ ഇതിന്റെ ആത്മീയ ഭാവം കുറഞ്ഞു പോകാം. പലരും ഒരു മികച്ച മാനേജേഴ്സ് ആയിട്ട് മാറുന്ന ആ ഒരു വിശേഷം, കൂടുതൽ ബിൽഡിങ്ങുകൾ പണിയുക, അല്ലെങ്കിൽ അതായത് ഇതിന്റെ ഒരു ആസ്പെക്ട് മാത്രം തീർച്ചയായിട്ടും കാണുമ്പോൾ ഇതിന്റെ ആ പ്രധാന മർമ്മം വിസ്മരിക്കുകയോ മറക്കുകയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സാധ്യമല്ല. ഒരു മതം എന്ന് പറയുന്നത്, അതിൻ്റെ മൂലസത്ത എന്ന് പറയുന്നത് ആത്മീയതയാണ്. തീർച്ചയായിട്ടും ഇതൊരു സാമൂഹികമായ ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും ഇതിൻ്റെ മൂർത്തഭാവം ആത്മീയത എന്ന ഭാവം. തീർച്ചയായിട്ടും. അങ്ങ് ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരം ഒഴിവാക്കണം, അത് മറ്റൊരിടത്തേക്കെങ്കിലും മാറ്റണം, ആ ചടങ്ങൊക്കെ അങ്ങാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഒരു സാമൂഹിക ഇടപെടലിനെ കുറിച്ച് പ്രത്യേകിച്ചും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? മേലധ്യക്ഷന്മാരുടെയൊക്കെ ഒരു സാമൂഹിക പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ടുന്ന ഒരു കാര്യമല്ലല്ലോ നമ്മുടെ ആത്മീയത. തീർച്ചയായിട്ടും. പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മീയത, പ്രാർത്ഥനയുടെ പുറത്ത് കിടക്കുമ്പോൾ വേറൊരു ആത്മീയത, അത് വിരോധാഭാസമാണ്. തീർച്ചയായിട്ടും. ഒരേ ജീവിതമേ ഉള്ളൂ. ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥവും എല്ലാ ഇടങ്ങളിലും പ്രകടമാകണം. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരേ രീതിയിൽ. പ്രാർത്ഥിക്കുന്ന വിഷയമാണ് പ്രവർത്തനത്തിലേക്ക് വരിക. തീർച്ചയായിട്ടും. അപ്പോൾ സാമൂഹികമായ കാര്യങ്ങളിൽ നമ്മുടെ നിരീക്ഷണം, ആ നിരീക്ഷണത്തോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാനാവുമെന്നുള്ള നമ്മുടെ ഒരു ഇച്ഛാശക്തി, അതെല്ലാവരോടും ചേർന്ന് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതുളവാക്കുന്ന ഒരു നന്മ, ഇതെല്ലാം കൂട്ടി കാണാനും വായിക്കാനും നമുക്ക് കഴിയണം. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത തോന്നുന്നു. ആ അസ്വസ്ഥത ഒരു സാമൂഹികമായ ഒരു നന്മയിലേക്കുള്ള മാറ്റത്തിന് ചിലപ്പോൾ കാരണമാകാം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരോടും ചേർന്ന്, നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരോടും ചേർന്ന് അതിലേക്ക് വരാനായി നമുക്ക് സാധിക്കും. മതസൗഹാർദ്ദത്തിന് അങ്ങ് നൽകുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഒരുപാട് മീറ്റിങ്ങുകളിലും മറ്റും, മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലും മറ്റും അങ്ങ് ധാരാളമായി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അത് അത്തരമൊരു ഉൾക്കാഴ്ച അങ്ങേക്ക് പകർന്നു നൽകുന്നത് എന്താണ്? അത് നമ്മുടെ റിയാലിറ്റി അല്ലേ. അതായത് നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ നമ്മുടെ അയൽക്കാരാണ്. തീർച്ചയായിട്ടും. ഒന്നാമതായി അവർ നമ്മുടെ അയൽക്കാരാണ്. അപ്പോൾ അയൽക്കാർ എന്നതിൻ്റെ വിശദീകരണങ്ങൾ തേടുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ അമ്പലത്തിലോട്ടാണ് പോകുന്നത്, അവർ പ്രാർത്ഥിക്കാൻ മോസ്കിലോട്ടാണ് പോകുന്നത്. പക്ഷേ അവർ നമ്മുടെ അയൽക്കാരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമുക്കങ്ങനെ മറക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു വലിയ തിരുനാൾ വരുന്നു വരിക, തീർച്ചയായും ഉത്സവം വരുന്നു, അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് വരുന്നു, നോമ്പ് തുറക്കുന്നു. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ചുള്ള അവരുടെ വലിയ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ്. തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ അമ്പലത്തിൽ പോയി ആരാധിക്കാനും മോസ്കിൽ പോയി നിസ്കരിക്കാനും എന്നതിനേക്കാൾ അപ്പുറത്ത് അത് അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. തീർച്ചയായും. എന്നാൽ നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ഒരു സോഷ്യൽ, ഒരു സാമൂഹികമായ മാനമുണ്ട്. അവിടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. തീർച്ചയായും. തിരുവോണം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അതെ. ആ തിരുവോണം അത് ഹിന്ദുവിൻ്റേതാണോ, ക്രിസ്ത്യാനിയുടേതാണോ, മുസൽമാൻ്റേതാണോ? അത് നമ്മുടെ കേരളീയൻ്റേതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഭാവം നമുക്കൊരുമിച്ച്, അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ കയറി പരസ്പരം പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും നമുക്ക് ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു നിലപാട് നമ്മുടെ പൊതുജീവിതത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ചില ഇതേക്കുറിച്ച് വളരെ വർഗീയമായി സംസാരിക്കും. ഈ സംസാരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി അന്തരീക്ഷം കലുഷിതമാകുന്നതല്ലാതെ അവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഇല്ലെന്നല്ല, അതിനെ നെഗറ്റീവ് ആക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഹിന്ദുവിനോടെ ഉണ്ടാവൂ, ക്രിസ്ത്യാനിയോടെ ഉണ്ടാവൂ, മുസ്ലിമിനോട് മാത്രമേ ഉണ്ടാവൂ. പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും. അതൊരു വളരെ വികലമായിട്ടുള്ള ഒരു ദൈവാഭിമുഖ്യമോ വിശ്വാസമോ ഒക്കെ. തീർച്ചയായിട്ടും.
ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ AD 52 ഒരുപക്ഷെ യൂറോപ്പിൽ പോലും ക്രിസ്ത്യാനിറ്റി വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സഭ വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇത്ര ഒരു സഭയുടെ ഒരു വളർച്ച നമ്മുടെ വലിയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. തീർച്ചയായും വളരെ പ്രത്യേകതയുള്ള ഒരു രാജ്യത്ത്, അത് ദൈവവിശ്വാസമുള്ള ഒരു രാജ്യത്തേക്കാണ് ക്രിസ്തുമതം വന്നത്. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും ഒരു പേഗൻസ് അവരുടെ ഇടയിലേക്ക് ക്രിസ്തുമതം പോയതുപോലെയല്ല ഭാരതത്തിലേക്ക് വന്നത്. ഈശ്വര വിശ്വാസികളുടെ ഇടയിലേക്കാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശ്വാസം സുവിശേഷവുമായി തോമാസ് ലീഹ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ സമൂഹമായി ഇപ്പോഴും നിൽക്കുന്നു എങ്കിലും ഇതിനൊരു സാക്ഷ്യം കൊടുക്കാനായിട്ട് ഇപ്പോഴും നമുക്ക് ബാധ്യതയുണ്ട്, നിയോഗമുണ്ട്. അതിൽ കേരളത്തിൻ്റെ പല ഭാഗത്തേക്ക് നമ്മൾ ശക്തമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്ക് കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ പോയി പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം കേരള സഭയെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു വലിയ ചരിത്രമാണ്. തീർച്ചയായും അതായത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് ലഭിച്ചത് ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക്. അത് സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുസ്തകത്തിലെ ഭാഗം വായിച്ചു കേൾപ്പിക്കുക എന്നല്ല തീർച്ചയായും ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഭാഗം സജീവമായി തങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ ആതുര ശുശ്രൂഷയായോ പരോപകാര പ്രവൃത്തിയായോ ആരാധനയായോ വിദ്യാഭ്യാസമായോ വയോജന വിദ്യാഭ്യാസമായോ തൊഴിൽ രംഗത്ത് നീതിയും ന്യായവും ഉളവാക്കുവാൻ ആവശ്യമായ സാമൂഹ്യ ഇടപെടലായോ ഒക്കെ ജനിക്കാറുണ്ട്. ഇതാണ് സുവിശേഷം ജീവിക്കുന്നത് അവിടെ. അപ്പോൾ അത് അത്തരത്തിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടതായിട്ടും അവശേഷിക്കും. പക്ഷേ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ ധാരാളം പീഡനങ്ങളും മറ്റും ഏൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു CBCIയുടെ പ്രസിഡന്റ് കൂടിയാണ്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തെ നേരിടുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും മൂന്നാമത്തെ വലിയൊരു പോപ്പുലേഷനാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ആ ഒരു നേതൃത്വ രംഗത്ത് അങ്ങയുടെ ഇടപെടലുകൾ എന്തൊക്കെയാണ്? മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കേണ്ടതും ഈ വിഭാഗത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ടതും ഭാരതത്തിൻ്റെ ഭരണകർത്താക്കളാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ് നിലനിന്ന് പോന്നിട്ടുള്ളത്. എപ്പോഴും ചില ആളുകൾ അസ്വസ്ഥരാകും. ആ അസ്വസ്ഥത പല രീതിയിൽ അവർ പ്രകടിപ്പിക്കും. ചിലപ്പോൾ അത് ഒരു ഭൂരിപക്ഷ ചിന്തയുടെ ബലത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തെ തെറ്റായോ അവരുടേതായ രീതിയിലോ ധരിക്കുന്നത് കൊണ്ടായിരിക്കും. ചില ആശയത്തോടുള്ള അവരുടെ പ്രതിബദ്ധത കൊണ്ടോ വിരുദ്ധ ചിന്ത കൊണ്ടോ ആയിരിക്കാം. അസ്വസ്ഥത മറ്റാളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇത് ഒരിക്കലും നീതിയല്ല, ന്യായമല്ല. പ്രത്യേകിച്ച് തങ്ങളെക്കാൾ ദുർബലരായിരിക്കുന്ന എണ്ണത്തിലോ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ദുർബലരായിരിക്കുന്ന ആളുകളെ ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, അവരുടെ ആരാധനാലയം ചുട്ടരിക്കുക, ഇതൊന്നും ഒരു വിദ്യാസമ്പന്നരായ ഒരു ജനവിഭാഗത്തിൻ്റെ അളവുകോലോ അവരുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ കുറിപ്പോ അല്ല. മനസ്സിലായി. മറിച്ച് ഇത് ഭീരുത്വത്തിൻ്റെയും ഭയപ്പെടുത്തുന്നതിൻ്റെയും ചില അടയാളങ്ങളാണ്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ അയക്കപ്പെട്ടിരിക്കുന്നത് ലോകമെമ്പാടും പോയി തങ്ങൾ കണ്ടുമുട്ടുന്നവരോടെല്ലാം ദൈവം മനുഷ്യനായി ആ സന്തോഷ വാർത്ത അതിൻ്റെ അനുഭവത്തിൽ വ്യക്തിപരമായി പങ്കുവയ്ക്കുക. ഇത് ഭാരതത്തിൽ തുടരും. ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ ഇത് തുടരും. തീർച്ചയായിട്ടും. അതായത് അവസാനത്തെ ക്രിസ്ത്യാനി അവസാനിക്കുവോളം ഇത് തുടരും. കാരണം ഇതല്ലാതെ മറ്റൊരു മാൻഡേറ്റ് നൽകപ്പെട്ടിട്ടില്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്. യു ഗോ ആൻഡ് പ്രീച്ച്. നീ പോയി ഈ കാര്യം അറിയിക്കണം, നീ അനുഭവിച്ചത് പങ്കുവയ്ക്കണം. മറ്റേയാൾ സ്വീകരിക്കുന്നില്ലയോ എന്നതല്ല വിഷയം. ഇത് നീ പോയി അറിയിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് അറിയിക്കേണ്ടത് സ്നേഹത്തിൻ്റെ വലിയൊരു ഭാഷ്യത്തിലാണ്, ധാർഷ്ട്യത്തിൻ്റെ പിൻബലത്തിലല്ല. നിന്നെ ഇത് ഞാൻ വിശ്വസിപ്പിച്ചേ അടങ്ങൂ എന്ന ഒരു ധാർഷ്ട്യം ഈ വിശ്വാസത്തിനെതിരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളതിനെ നിർബന്ധിത മതപരിവർത്തനമേ അല്ലല്ലോ. അല്ല. തീർച്ചയായിട്ടും. അതായത് മനസ്സ് മാറ്റം എന്ന് പറയുന്നത് ഭയത്തോടു കൂടി അല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഭയപ്പെടുത്തി ഒരു മതത്തിലേക്കും ആർക്കും
ആരെയും ചേർക്കാനായിട്ട് സാധിക്കില്ല. സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. പക്ഷേ സ്വബോധത്താൽ മനസ്സ് തുറന്ന് ഒരാൾ എനിക്കിത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് അരുത് എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൽ ഒരു റൈറ്റ്, മനുഷ്യ അവകാശത്തിൽപ്പെടുന്നതാണ്, ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. ഞാൻ മറുഭാഗം ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുന്നു. ഇതിന് അവകാശമുണ്ടോ? തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ടല്ലോ. അത് അവകാശമുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. ഈ വ്യക്തി സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എന്തേ അനുവർത്തിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റാകുമോ? അപ്പോൾ എനിക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റാം, എൻ്റെ വിശ്വാസപരമായ നിലപാടുകൾ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ധാർഷ്ട്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് ബോധ്യപ്പെടുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് സ്വീകാര്യമായി തോന്നുന്നു, ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതെനിക്കൊരു ബോധ്യമായിട്ട് എന്നിലേക്ക് വരുന്നു, എനിക്കത് സ്വീകരിക്കാൻ അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് സ്വീകരിക്കരുതെന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വളരെ ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ പുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെയും മധ്യത്തിൽ രൂപം കൊണ്ടതാണ് നമ്മുടെ പരമോന്നത ഗ്രന്ഥം ഭരണഘടന. തീർച്ചയായിട്ടും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നടത്തുവാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഏതൊരു ഭാരതീയനും അവകാശമുണ്ട്. ഇത് ഹനിക്കപ്പെടാൻ പാടില്ല. അത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത്, അല്ലേ? ഈ ഭരണഘടനയുടെ ഈ അനുശാസനം അനുവർത്തിക്കേണ്ടത് ലോകത്തിൽ മറ്റാരെയുംകാൾ ഇന്ത്യയുടെ ഭരണകർത്താക്കളാണ്. തീർച്ചയായിട്ടും. ഈ തിരുപ്പിറവിയുടെ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഭ്രൂണഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നിയമം പോലും അതിനെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിതലത്തിലും സർക്കാർ തലത്തിലും സഭാ തലത്തിലുമൊക്കെ ഈ ഭ്രൂണഹത്യ എന്നുള്ള ആ ഒരു അതിനെ നേരിടാൻ നമുക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കും? ഇതേക്കുറിച്ചൊരു ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും എൻ്റെ ഒരു നിരീക്ഷണം. ഒരു മനുഷ്യ കുഞ്ഞ് എപ്പോഴാണ് രൂപം കൊള്ളുക? പിറന്ന് വീഴുമ്പോഴാണോ? പിറന്ന് വീണ ശേഷം അതിനെ വളർത്തി അതിന് ബുദ്ധിയും ബോധവും ഒക്കെ ആകുമ്പോഴാണോ? അതോ ഇതിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഇത് ഒരു കുഞ്ഞായി രൂപം കൊള്ളുമ്പോഴാണോ? കുഞ്ഞായി രൂപം കൊള്ളുന്ന ഏത് സമയമാണോ അന്ന് മുതൽ അതിനെ ഇല്ലാതാക്കിയാൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ്. തീർച്ചയായിട്ടും. നമ്മുടെ എത്രയധികം ആളുകൾക്ക് ഇതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ വെളിച്ചം കാണാതെ ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും. കൊലപാതകം തെറ്റാണെന്ന് പ്രത്യേകം ക്ലാസ് എടുക്കേണ്ടതില്ലല്ലോ. കൊലപാതകം നമ്മൾ നേരിട്ട് കാണുന്ന കൊലപാതകം മാത്രമേ കൊലപാതകം ഉള്ളൂ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അത് ശരിയല്ല. നേരിട്ട് കാണാതെ ഉദരത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതും കൊലപാതകമാണ്. തീർച്ചയായിട്ടും. അത് നമ്മുടെ ഒരു സ്വാർത്ഥതയുടെ പേരിൽ. ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിച്ച അമ്മമാരുണ്ട്. അതായത് കുഞ്ഞ് ജനിച്ചോട്ടെ, ഞാൻ എനിക്ക് ഇന്നത്തെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിക്കുന്നു. അതായത് അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അവർ കീമോതെറാപ്പി മാറ്റിവെച്ചു. ഈ കുഞ്ഞിന് ജന്മം നൽകിയതാണ്ട് 100-ാം ദിവസം ആ പെൺകുട്ടി ചൈനയിലാണ് അവർ മരണത്തോട് കീഴടങ്ങി എന്നുള്ളൊരു വാഴ്ച. ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന അത് വാസ്തവത്തിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അമ്മയ്ക്ക് രക്ഷപ്പെടാം, കരുതാന്നില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നൽകുന്നൊരു പാഠം, ഈ മനുഷ്യ ജീവിതം വളരെ വിലപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. എത്രയോ സ്ഥലത്ത് ആളുകൾ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, മക്കളില്ലാത്ത ദമ്പതികളുടെ വേദന പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതും ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വരുന്നതും ഒക്കെ അനേകം പേര് കണ്ടുമുട്ടാറുണ്ട് ഓരോ ദിവസവും. കുഞ്ഞുങ്ങളെ കാണാനുള്ള ആഗ്രഹം, അവരുടെ മക്കളായി കാണാനുള്ള ആഗ്രഹം, ഇതൊരു വശത്ത്. മറുവശത്ത് കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ കൊലപാതകം ചെയ്യുന്ന മാതാപിതാക്കൾ. സഭയ്ക്ക് ഇതിൽ എന്താണ് സഭ ഇത് പ്രബോധിപ്പിക്കാനല്ലാതെ നമുക്ക് എന്താ കഴിയുക? ഇതിൻ്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തുക. അതായത് ഇത് ചെയ്യുന്നത് പാപമാണ്. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. കൊലപാതകം നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് കൊലപാതകം അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല. ഈ കൊച്ച് BA പഠിക്കാത്തത് കൊണ്ട് ഇതിന് അർഹമാണെന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. ഈ കുഞ്ഞ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ IAS കളക്ടറോ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഈ കൊച്ചിനെ നമുക്ക് ഇല്ലാതാക്കിയാലും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ പോലും ഇത് ഒരു ജീവനാണ്. തീർച്ചയായും. ആ ജീവൻ എടുക്കാൻ ആർക്കാ അധികാരം? ജീവൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തോ ഭയം കൊണ്ടാണ്. എന്തോ ഭയം കൊണ്ടാണ്. ആ ഭയത്തിന് പരിഹാരം ഉണ്ടാക്കുകയല്ലാതെ
മറ്റൊരാളെ അതിനു വേണ്ടി കൊല്ലുക എന്ന് പറയുന്നത് ഞാൻ കൊലപാതകത്തിന് കുറ്റക്കാരനാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ആധുനികമായ ചിന്തയിൽ ഈ സ്വാർത്ഥത വളർന്നു വരുന്നത് കൊണ്ട് ഇതൊക്കെ അനുവദനീയമായ നിലയിലേക്ക് വരുന്നു. എനിക്ക് ആവശ്യമില്ല, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് രോഗിയായി, വാർദ്ധക്യമായി, എനിക്ക് അവരൊരു ഭാരമായി, അതുകൊണ്ട് എന്താ ചെയ്യാം? ദയാവധം. അവരെ വലിയ കുഴപ്പമില്ലാതെ അവരെ മേഴ്സി കില്ലിംഗ് എന്ന മനോഹരമായ ആംഗലേയ പദത്തിൻ്റെ ഒരു ഭാഷയിൽ അവരെ കൊല്ലാം. നമുക്കതൊരു ബേർഡനായിരിക്കും. ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് കൾച്ചറിന്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയല്ലേ ഇത് രണ്ടും വരുന്നത്? ഇത് കമ്പോള സംസ്കാരത്തിന്റെ ഭാവം. എനിക്കിപ്പോൾ നിന്നെ ആവശ്യമില്ല, കാരണം നീ എനിക്കൊരു ഭാരമാണ്, അതുകൊണ്ട് നീ മാറി നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്. ഈ കുഞ്ഞ്, ഈ ചെയ്യുന്നയാള് കുഞ്ഞായിരിക്കുമ്പോൾ ഈ അമ്മ ഉദരത്തിൽ ഇതിനെ 9 മാസം പേറിക്കൊണ്ട് നടന്നതും, ഈ 9 മാസത്തെ മാത്രമല്ല, ഈ കുഞ്ഞിനു വേണ്ടി ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഈ അമ്മ എടുത്ത ത്യാഗം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ വാർദ്ധക്യത്തിൽ കാലൊടിഞ്ഞു കിടക്കുന്ന ഈ അമ്മയോ അപ്പനെയോ സംരക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് നിഷേധാത്മകമായി പറയുന്നതിൻ്റെ ഭാഗമാണ് ഈ മേഴ്സി കില്ലിംഗ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വധിക്കുന്നതും കുഞ്ഞുങ്ങൾ പോലെ അബലരായിരിക്കുന്ന രോഗികളായ വൃദ്ധരെ വധിക്കുന്നതുമെല്ലാം പാപമാണ്, തെറ്റാണ്. ഇതൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമല്ല, പരിഷ്കാരത്തിൻ്റെ ചില ഭാഗമാണ്. കാരണം ഇനിയും ഇതേ അവസ്ഥയിലേക്ക് ഈ ചെയ്യുന്ന ആള് താമസിക്കാതെ വരും എന്നുള്ളത് ഓർക്കുക. സമയത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പഴുത്തയില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു എന്ന് പറയുന്നത് സമയത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതെ അതെ. അങ്ങയുടെ മോട്ടോ തന്നെ ടു യുണൈറ്റ് ഇൻ ലവ് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്നേഹരാഹിത്യം തന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ? സ്നേഹത്തിന്റെ അഭാവമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. വ്യക്തികൾ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കൊക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നീട് നമ്മൾ മറ്റൊരു തലം നോക്കുമ്പോൾ ഇന്ന് ദളിത് ക്രിസ്ത്യാനികൾ, അവർ സമൂഹത്തിൽ അവർക്ക് അർഹതപ്പെട്ട സംവരണവും മറ്റും അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു കാഴ്ച, അവർ ക്രിസ്ത്യാനിയായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനോട് അങ്ങയുടെ ഒരു അഭിപ്രായം, പ്രതികരണം എന്താണ്? ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അതായത് ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും അതിൻ്റെ പ്രയോക്താക്കളാകാനും ഒക്കെ സാധിക്കും എന്ന് ഭരണഘടന അനുശാസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു വിഭാഗം ദുർബലരായതുകൊണ്ട് ആ വിഭാഗം ആളുകളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചില എക്കണോമിക് പാക്കേജസുകൾ അത് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. അതാണല്ലോ സംവരണം. അപ്പോൾ ഈ സംവരണം ഇതൊരു പ്രൊമോഷനാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ തലത്തിലല്ല, ഒരു സാമൂഹിക അവസ്ഥയിൽ ദുർബലരായിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ നിരീക്ഷിച്ച് കണ്ടെത്തി ആ ഐഡന്റിഫിക്കേഷനിലൂടെ പറയുന്നു, ഈ വിഭാഗത്തിന് സാധാരണ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കൊടുത്താൽ പോരാ, ഇവർക്കൊരു അസാധാരണമായ ഒരു സാമ്പത്തിക പ്രോത്സാഹനം സമൂഹം കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ഇവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക സഹായം നൽകാം. ഇങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്ന് ആളുകൾ പ്രപഞ്ച യുഗത്തിൻ്റെ അവസാനം വരെ മറ്റൊരു വിശ്വാസത്തിലോ മറ്റൊരു പാർട്ടിയിലോ മറ്റൊരു സംസ്ഥാനത്തോ പോകാൻ പാടില്ല എന്ന നിബന്ധനയിലല്ല ഈ പ്രോത്സാഹനം കൊടുക്കുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു മതത്തിൽപ്പെട്ടവർക്ക് ഇതിൻ്റെ സംവരണം പൂർണ്ണമായി ലഭിക്കുമ്പോൾ മറ്റ് മതത്തിലേക്ക് മാറിയിട്ടുള്ള ഭാരതീയർക്ക് ഇത് നിഷേധിക്കപ്പെടും. എനിക്ക് തോന്നുന്നു ബുദ്ധമതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതേ സംവരണം നിലനിന്ന് പോകാം, അങ്ങനെ ഒരു ക്ലോസ്. അതും അനീതിയല്ലയോ? തീർച്ചയായിട്ടും. അപ്പം വീണ്ടും മറ്റൊരു വിഭാഗത്തിനൂടി കൊടുക്കുന്നു, മറ്റ് ന്യായമായി ലഭിക്കേണ്ടുന്ന വിഭാഗങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗമാണ് ദളിത് ക്രിസ്ത്യാനികൾ. അതെ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് നിഷേധിക്കുന്നത്? പക്ഷേ ഇന്ന് ഒരുപാട് ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സും മറ്റുമൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിലും മറ്റും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ ഇത് വേണ്ടത്ര ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുവാൻ സഭാ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു അതിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിഷയം നേരത്തെ ഭരിച്ചിട്ടുള്ള സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ നേതൃത്വത്തിലൊക്കെ ഈ വിഷയം നേരിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നെ. പക്ഷേ ഇന്ന് ചെറിയ ദൗർഭാഗ്യവശാൽ
ഈ വിഷയം പരിഹരിക്കപ്പെടാത്തതിൻ്റെ കാരണം വോട്ട് ബാങ്കാണ്. ഓ അത് ശരി. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ എന്തുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല? ഇത് ന്യായത്തിന്റെയോ നീതിയുടെയോ അവസ്ഥ. അല്ലെങ്കിൽ ഈ ദളിത് ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോൾ സമ്പന്നരാണ്, അതുകൊണ്ട് കൊടുക്കണ്ട, സാമ്പത്തികമായ നിരീക്ഷണം നടത്തി പഠിക്കട്ടെ, പറയാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു തികച്ചും അനീതിപരമായ സമീപനമാണ്. അനീതിപരമായ സഭയുടെ സ്ഥാപനങ്ങളിൽ ഇവർക്കൊരു റിസർവേഷൻ അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ടല്ലോ, പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതാത് രൂപതകളിൽ അതിൻ്റെതായ പ്രത്യേക പ്രോത്സാഹനങ്ങളുണ്ട്. അതാത് രൂപതകളുടെ പ്രത്യേക ഒരു നിബന്ധനയായി തന്നെ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇനി ഇതെല്ലാം കൊടുക്കുമ്പോഴും അവരുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതും സത്യമാണ്. മനസ്സിലായി. എനിക്ക് തോന്നുന്നു മറ്റ് ഇപ്പോൾ പെർസെൻറ്റേജിൽ വളരെ പിന്നിൽ നിൽക്കുന്ന, ഇപ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അവരുടെ പെർസെൻറ്റേജിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ പിന്നീട് നിൽക്കുന്ന സിഖുകാരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പോലും അവരുടെ അവകാശങ്ങൾ വളരെ എളുപ്പത്തിൽ അവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരുപക്ഷെ ഒരു മസിൽ പവറോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പവറിൻ്റെയോ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ഒരുപക്ഷെ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കിത് സാധിക്കുന്നില്ല. മനസ്സിലായി. നമുക്കിത് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും. അങ്ങ് തിരുവല്ലയിൽ വല്ലപ്പള്ളിയിൽ അടുത്തുള്ള ഒരു മുക്കൂർ എന്നുള്ള ഒരു ഗ്രാമത്തിൽ തൻ്റെ ബാല്യം ചിലവഴിച്ച ഒരു വ്യക്തിയാണ്. ക്രിസ്മസ് കാലത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു നല്ലൊരു ഓർമ്മ. ക്രിസ്മസ് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം 2 കാരണമാണ് അന്ന്. അതായത് ആ ഒരു നമ്മൾ ഈ ആശംസിക്കുന്നത് പോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് എന്നാണല്ലോ പറയുക. അപ്പോൾ ക്രിസ്മസിൻ്റെ പരീക്ഷ സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരോൾ എല്ലാ വീടുകളിലും പോയി കരോൾ സർവീസ്. അപ്പോൾ നമ്മുടെ ഇടവകയിലെ എല്ലാ വീട്ടിലും പോകുന്ന ഒരു സമയമാണത്. അപ്പോൾ എല്ലാവരോടും ചേർന്ന് ഞാൻ ഒരിക്കലും ഒരു കരോൾ മുടങ്ങിയിട്ടില്ല. കൊച്ചുനാൾ മുതൽ സെമിനാരി ചേരുന്നതും വരെയുള്ള സമയത്ത് കരോളൊന്നും മുടങ്ങിയിട്ടില്ല, പോകുമായിരുന്നു. അതൊരു വലിയ സന്തോഷമാണ്. എല്ലാ വീട്ടിലും പോവാം, നമ്മുടെ ഇടവകയിലെ എല്ലാ വീട്ടിലും പോവാം, പിന്നെ അടുത്തുള്ള മറ്റു വീടുകളിലും പോകും. പിന്നീട് ക്രിസ്മസിൻ്റെ പള്ളിയിലെ ശുശ്രൂഷ. അപ്പോൾ ക്രിസ്മസ് അവധിക്കാലത്താണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും അവധിക്ക് വരുന്നത്. മുതിർന്ന സഹോദരങ്ങളൊക്കെ അവധിക്ക് വരുന്നത് ക്രിസ്മസ് സമയത്താണ്. ഇതിനോട് ചേർന്ന് ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. അപ്പോൾ ഈ ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് സമ്മാനങ്ങൾ, പുതിയ ഉടുപ്പ്, അന്നത്തെ ഏതെങ്കിലും ഒരു അനുഭവം അങ്ങ് ഓർക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും? ഈ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ല, അതായത് ക്രിസ്മസിൻ്റെ അന്ന് പള്ളിയിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ഒരു ഇതല്ലല്ലോ. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഉള്ള. ഇനി പിന്നെ അപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ആളുകളൊക്കെ ഒരുമിച്ച് വരികയും ബന്ധുക്കളൊക്കെ കാണാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. ഇപ്പോൾ അതിനൊക്കെ ആർക്കും സമയമില്ല, വീടുകളിലെങ്ങും ആളുകളില്ല. അതുകൊണ്ട് സാധാരണ പോലെ അന്നും ഭക്ഷണം കഴിക്കും. പക്ഷേ ആ ഭക്ഷണത്തിന് ഒരു 25 വർഷം പഴക്കം അതിനപ്പുറത്തുള്ള ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. സഭയുടെ പ്രവർത്തനങ്ങളും ഇന്ന് അങ്ങ് പറയുകയുണ്ട്, ഇന്ന് വീടുകളിലൊന്നും ആളുകളില്ല, ഇന്ന് വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ജോലിക്കായും മറ്റുമൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളിലേക്ക് എങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിൽ? നമ്മുടെ ആളുകൾ പ്രധാനമായിട്ട് ഈ നഗരങ്ങളിലേക്ക് മാറുന്നല്ലോ. നഗരങ്ങളിലേക്ക് മാറുമ്പോൾ നഗരങ്ങളുടെ പ്രത്യേകതയാണ് ഈ ആളുകളെ ഭരിക്കുന്നത്. അപ്പോൾ ഈ നഗരങ്ങളുടെ പ്രത്യേകതകളുടെ മധ്യേ വേണം ഇതെല്ലാം നമുക്ക് ഈ വിശ്വാസം ജീവിക്കാനും വിശ്വാസം ആഘോഷിക്കാനും ഒക്കെ. അതിലേറെ പരിമിതികളും പ്രത്യേകതകളും ഉണ്ട്. അതിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഗ്രാമത്തിലുള്ള ആളിൻ്റെ സമയ സാധ്യതയല്ല തിരുവനന്തപുരം നഗരത്തിലെ ഒരു വ്യക്തിയുടെ സമയത്തിൻ്റെ സാധ്യത, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി സഭ നമ്മൾ അംഗീകരിക്കണം. ക്രിസ്മസിന് എൻ്റെ മനസ്സിൽ എന്നും പച്ചയായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം. ഞാൻ ബാംഗ്ലൂരിൽ മലങ്കര ഇടവകയുടെ വികാരിയായിരിക്കുമ്പോൾ 1987 എന്നാണ് എൻ്റെ ഓർമ്മ. 86 ഞാൻ ബാംഗ്ലൂരിൽ ചെല്ലുന്നത്. 87 ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്നു. ഒരു അമ്മ അവിടെ നിൽപ്പുണ്ട് എന്നെ കാണാൻ. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഞങ്ങളെല്ലാം ഇപ്പം അങ്ങ് പോവും, ഞങ്ങൾ വീട്ടിൽ പോയി ഇനി കാപ്പിയൊക്കെ കുടിക്കുമല്ലോ. അപ്പോൾ അച്ഛന് ഇനിയിപ്പോൾ എവിടെ പോകാനാ, ഇവിടെയാണല്ലോ. അപ്പോൾ ഈ അമ്മ എൻ്റെ അന്ന് അക്കാലത്ത് 25 രൂപ ഈ അമ്മ പേഴ്സിൽ നിന്ന് എടുത്ത് തന്നിട്ട് പറഞ്ഞു, അച്ഛൻ എവിടെയെങ്കിലും പോയി കാപ്പി കുടിച്ചോണം.
അപ്പോൾ ഞാനത് ഒരിക്കലും മറക്കില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മ എൻ്റെ കയ്യിലോട്ട് തന്ന കാര്യം ഞാനത് കഴിഞ്ഞ് ഓർത്തു. സത്യമാണ്, ആളുകളെല്ലാം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും, അവസാനം നമ്മൾ മാത്രം അവശേഷിക്കും. അപ്പോൾ ഈ അമ്മ കരുതി ഈ അച്ഛന് ഇങ്ങനെ നമ്മൾ പോകുന്നത് പോലെ ഒരു വീട്ടിൽ പോയിരുന്ന് കാപ്പി കുടിക്കാൻ, ഒരു ഭക്ഷണം കഴിക്കാൻ അതിന് സ്ഥലമില്ലെന്നുള്ളതല്ല. അപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരാളിനെ പോലെ ഈ അമ്മയുടെ മനസ്സിൽ ഇടം ഉള്ള ഒരാളിനെ പോലെ എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് ഇത് ഇങ്ങനെ ഒരു സമ്മാനം. ക്രിസ്മസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ അമ്മയുടെ കാര്യം ഓർക്കും. അമ്മ മരിച്ചുപോയി. ആ അമ്മ വളരെ സ്നേഹത്തോടു കൂടി അതിനെ ഓർമ്മപ്പെടുത്തിയ കാര്യം, ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വൈദികര് നമ്മൾ ഒറ്റപ്പെട്ടവരാണ് എന്ന് ധരിക്കേണ്ടതില്ല. ഈ അമ്മയുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ നല്ല ഒരു പ്രചോദനം നൽകുന്നത്. ഒരു അടയാളത്തിലൂടെ അമ്മ പറഞ്ഞത്, ഏത് സാഹചര്യത്തിൽ ആരുമില്ലാത്ത അവസ്ഥ വന്നാലും യു ആർ നോട്ട് അലോൺ എന്നുള്ള വലിയൊരു സന്ദേശമാണ്. അപ്പോൾ ഓർക്കാൻ ആളുകളുണ്ട്, ഓർക്കാനൊരു ദൈവമുണ്ട്, അത് മനസ്സിൽ സൂക്ഷിക്കുക. പുതിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ ഒരു അടുത്ത ബന്ധം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുമ്പ് തന്നെ അടുത്ത മുറികളിലൊക്കെ ആയിരുന്നു പിതാവും പാപ്പായും ഒക്കെ താമസിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ ഒരു ഹൃദ്യമായ ഒരു ഏഡ് ഒന്ന് ഇങ്ങനെ. മാർപ്പാപ്പ 201-ാമത്തെ മുറിയിൽ, ഞാൻ 205-ാമത്തെ മുറിയിൽ. ഞങ്ങൾക്ക് ഈ മുറികൾ കിട്ടുന്നത് ഈ നറുക്കെടുത്താണ് കിട്ടുന്നത്, അല്ലാതെ ഈ നേരത്തെ അലോട്ട് ചെയ്യുന്നതല്ല. നറുക്കെടുത്ത് കിട്ടിയപ്പോൾ 201 അദ്ദേഹത്തിനും 205 എനിക്കുമാണ് കിട്ടിയത്. ആ സമയത്തൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല, ഗ്രീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പാപ്പായെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത് ഇതിന് ശേഷമാണ്. പിന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗം, ഈ ഇലക്ഷന് മുമ്പുള്ള ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം 3.5 മിനിറ്റ് പ്രസംഗമായിരുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സംബന്ധിച്ചുള്ള സഭയുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ശക്തമായ പ്രസംഗം. വെരി ഷോർട്ട് ബട്ട് വെരി പവർഫുൾ. ഇത് പാപ്പാടെ അപ്പോൾ അന്നത്തെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്, അദ്ദേഹത്തിന് പാവങ്ങളോടുള്ള ഒരു തുറവി അവിടെ വെച്ചത് തുറന്നു പറഞ്ഞപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടു. പിന്നീട് പല സന്ദർഭങ്ങളിൽ പിതാവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, മനസ്സിലങ്ങനെ ഒരു പ്രത്യേക വേറെ താല്പര്യങ്ങളൊന്നും വെക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും തന്നെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ചോദിച്ചു, എന്നാൽ നാട്ടിൽ പോകുന്നു ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹം പാപ്പ ആയതിനു ശേഷം ഇതുവരെ പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ തിരികെ പോയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 2016 ഒരു ചിന്ത കിടക്കുന്നത് നാട്ടിലോട്ട് പോകാനേ, താമസിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് തിരിച്ചു പോകാൻ 2016 ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. ഇതെന്നെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, ഈ നമ്മളെ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമല്ലോ. തീർച്ചയായും. അതായത് എനിക്ക് ഒന്നിനോടും അങ്ങനെ അതിര് കവിഞ്ഞ ഒരു താല്പര്യമില്ലാത്ത ഒരു മനോഭാവമാണല്ലോ ഡിറ്റാച്ച്മെന്റ്. തീർച്ചയായിട്ടും എനിക്കതിനെ വേണ്ടെന്ന് വയ്ക്കാനും കഴിയും. എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്ത കാര്യം ഈ ഒരു ആസ്പെക്റ്റാണ്. നമ്മൾ ആരാണ് ആഗ്രഹിക്കാത്തത് നമ്മുടെ സ്വന്തം മുറിയിലൊന്ന് തിരിച്ചു പോയി അവസാനം ആ മുറിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് മാർപ്പാപ്പയാകാനല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇങ്ങോട്ട് കർദിനാളായിട്ട് വന്നതല്ലേ, തിരിച്ചങ്ങോട്ട് പോകാൻ തന്നെ വന്നതാണ്. ഇവിടെ അദ്ദേഹം പാപ്പായായിട്ടാണ് തിരിച്ചു പോയിട്ടില്ല, ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം എന്നെ വളരെയധികം, അതുപോലെ തന്നെ ഞങ്ങൾ ചാപ്പലിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പതുക്കെ പുറകെ കൂടെ വന്ന് ഏതെങ്കിലും അടുത്തുള്ള ഒരു കസേരയിൽ വളരെ നിശബ്ദനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് നേരത്തെ അങ്ങനെ പ്രകടമല്ലാതിരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ വലിയ ആശ്ചര്യമായിട്ടും, അതുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ ഒരു കാരണം നേരത്തെ മാർപ്പാപ്പന്മാർ ഇവിടെ വന്ന് താമസിക്കുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത് താമസിച്ച് കഴിയുമ്പോൾ അതിനെ കുറച്ചുകൂടി ഇത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, രാവിലെ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് അവിടെയുള്ള ഈ ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുന്ന അവരെല്ലാം അന്വേഷണം നടത്തും. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അവിടെ റിസപ്ഷനിലിരിക്കുന്ന അവരെല്ലാം കണ്ട് കുശലാന്വേഷണം നടത്തി വീട്ടിലെന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ ഈ സ്വിസ് ഗാർഡ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഇടപെടൽ ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും. പക്ഷേ ഇത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയത അദ്ദേഹം പ്രകടമാക്കുകയാണ്. ഇത് വളരെയധികം സാങ്കത്യമുള്ളതും വളരെയധികം അർത്ഥവത്വമാണ്. അതുകൊണ്ട് അനേകർ ഇതിൻ്റെ ഒരു പ്രചോദനാത്മകമായ ഭാവം എപ്പോഴും അന്വേഷിക്കുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അങ്ങ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഭാരതത്തിലെ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു വീക്ഷണം എന്താണ്?
വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണം, അതായത് യേശുക്രിസ്തു രക്ഷകനും നാഥനും കർത്താവുമെന്ന് കത്തോലിക്ക തിരുസഭയിലൂടെ ഈ സമൂഹത്തിന് നിരന്തരമായി കൊടുക്കുവാൻ നിയോഗമുള്ള ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ ഭാരതത്തിലേത്. എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഭാരതത്തിലെയും. അപ്പോൾ ഇവിടെ നമുക്ക് വൈവിധ്യങ്ങളുടെ നാട്ടിൽ ഈ പ്രത്യേകതയോടുകൂടി ഈ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേക വെല്ലുവിളി. നമ്മുടെ വിളിയോടൊപ്പമുള്ള വെല്ലുവിളി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകാം, അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടോ എന്ന് കരുതുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഇതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ഇത് തുടർന്നേ മതിയാവൂ. അപ്പോൾ ഇവിടെ നമുക്ക് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ബഹുവിധമായ വിഷയങ്ങളിൽ സഭ ഇടപെട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും. അതായത് പാവപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല വാക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതു എന്നതിനപ്പുറത്ത് ഇവരുടെ ജീവിതത്തെ ഒന്നുകൂടി ഉയർത്താൻ, മെച്ചമാക്കാൻ കഴിയുന്ന ചില കർമ്മപരിപാടികൾ ആവശ്യമുണ്ട്. നമ്മുടെ അവികസിതമായ ഗ്രാമങ്ങളിൽ നീതിയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ അനുഭവം പകരാൻ സഭയ്ക്ക് ഉപകരണമാകുവാൻ കടമയുണ്ട്. ഇത് ഒരു ദിനം കൊണ്ട് തുടങ്ങി പൂർത്തിയാക്കേണ്ടതോ അവസാനിപ്പിക്കേണ്ടതോ അല്ല, തുടരേണ്ടുന്ന ഒരു ജീവിത തപസ്യയാണ്. ഇത് ഭാരതത്തിലെ അനേകം ഗ്രാമങ്ങളിൽ കത്തോലിക്ക സഭയുടെ മിഷൻ കേന്ദ്രങ്ങളും ഇടവകളും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം വഴിയായി നടക്കുന്നുണ്ട് എന്നുള്ള വലിയ ഒരു സംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും മൈലുകൾ താണ്ടുവാനുണ്ട്, ഇനിയും കൂടുതൽ ആർജവത്വം പ്രകടമാക്കാനുണ്ട്, ഇനിയും കൂടുതൽ നാം പ്രത്യാശയോടുകൂടി ജീവിച്ച് മനുഷ്യർക്ക് നന്മ കൊടുക്കാനുണ്ട്. തീർച്ചയായിട്ടും. ഈ ഒരു ക്രിസ്മസിൽ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങേക്ക് എന്തൊരു സന്ദേശമാണ് നൽകുവാനുള്ള ഈ ഒരു ക്രിസ്മസ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, മനുഷ്യ സമൂഹത്തോട് ദൈവം കാട്ടുന്ന ഒരടുപ്പമാണ്. തീർച്ചയായിട്ടും. പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം തീരുമാനിക്കുന്നു മനുഷ്യനോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമെടുക്കാനും ഈ ദൈവത്തിന് കഴിയും. ദൈവം മനുഷ്യനായത് നാം മനുഷ്യൻ്റെ മഹത്വം കൂടി തിരിച്ചറിയുന്നതിനാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ കാലയളവിൽ മനുഷ്യനെന്താ വില, മനുഷ്യന് വിലയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കൾക്കും സാധന സാമഗ്രികൾക്കും ഉപകരണങ്ങൾക്കും വലിയ വിലയാണ്. തീർച്ചയായിട്ടും. പക്ഷേ മനുഷ്യന് വിലയില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന മഹത്വവും മഹാത്മ്യവും ഒന്നുകൂടി തിരിച്ചറിയുക. ദൈവം തൻ്റെ പുത്രനെ, ക്രിസ്തീയ വിശ്വാസത്തിൽ പറയുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മെ വീണ്ടും ദൈവസമന്മാരാക്കുന്നതിന് ആഗ്രഹിച്ചതിൻ്റെ കാര്യം മനുഷ്യൻ അവൻ്റെ മഹത്വത്തെ തിരിച്ചറിയണം. മനുഷ്യരിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിൻ്റെ അംശം തിരിച്ചറിയണം. ഇനി ഈ മനുഷ്യൻ വിശ്വസിക്കണം, അവൻ അനാഥനല്ല, അവൻ ദൈവം കൂടെയുള്ളവനാണ്. അവൻ പേറുന്ന ജീവൻ അത് ദൈവത്തിൻ്റെതാണ്. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ദൈവത്തോട് തിരികെ ചേരേണ്ടവനുമാണ്. അപ്പോൾ ഇമ്മാനുവേൽ എന്ന ക്രിസ്തീയ ഭാഷ്യത്തിൽ പറയുന്ന ഈ യേശു പൈതലിൻ്റെ പേര് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം. ഈ ദൈവം നമ്മോടുകൂടെ എന്നത് ഓർക്കുമ്പോൾ നമ്മൾ എത്ര ശക്തമായി ജീവിക്കേണ്ടവരാണ്, അനാഥരായിട്ട് ചിന്തിക്കേണ്ടവരല്ല. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഈ ഒരു കാലയളവിൽ ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ടിരുന്ന ആളുകളോടാണ്. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ അനേക മതവിശ്വാസത്തിലും പ്രത്യയശാസ്ത്രത്തിലും പെടുന്നവരാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, മനുഷ്യ, മകനെ, മകളെ, നീ അനാഥനല്ല, അനാഥയല്ല, ദൈവം കൂടെയുള്ളവനാണ്, കൂടെയുള്ളവളാണ്. ഈ ചരിത്ര സത്യം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ലോകത്തിന് പാഠമായി നൽകപ്പെട്ടതാണ്. ഈ ഒരു സന്തോഷം, പ്രത്യാശ, നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മശക്തി, പ്രതീക്ഷ, സന്തോഷം, പ്രത്യാശ, ഇത് ക്രിസ്മസിൻ്റെ എല്ലാ നിറഞ്ഞ അനുഭവമായി എല്ലാവർക്കും ലഭിക്കണമേ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥന.
ടുഡേ TV പ്രേക്ഷകർക്കൊപ്പം ഇത്രയും അങ്ങയുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് നന്ദി.